കട്ടപ്പന ഇരട്ടക്കൊല കേസിൽ ഒന്നാം പ്രതി നിതീഷിന്റെ തെളിവെടുപ്പ് നാളെയും തുടരും. കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്തി. നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടുവെന്ന് പ്രതികൾ പറഞ്ഞ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. കട്ടപ്പനയിൽ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് നിതീഷ്, സുഹൃത്ത് വിഷ്ണു എന്നിവർ അറസ്റ്റിലായതോടെയാണ് ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. 8 വർഷം മുൻപ് വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെയും 6 മാസം മുൻപ് വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതായി നിതീഷ് മൊഴി നൽകി. നിതീഷും വിഷ്ണുവും ചേർന്നാണ് വിജയനെ കൊലപ്പെടുത്തിയത്. വിജയന്റെ ഭാര്യ സുമയും കേസിൽ പ്രതിയാണ്. കക്കാട്ടുകടയിലെ വാടക വീടിനുള്ളിൽ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്തു. വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റികയും വീടിനുള്ളിൽ നിന്നും ലഭിച്ചു. നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കട്ടപ്പന സാരംഗ ജംഗ്ഷനിലെ വീടിന്റെ തൊഴുത്തിലും തിരച്ചിൽ നടത്തി. ഇവിടെ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തെളിവെടുപ്പ് നാളെയും തുടരും. പ്രതികൾ കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.